ജനങ്ങളെ വെല്ലുവിളിച്ച് ഇടത് വലത് തൊഴിലാളി സംഘടനകളുടെ ദേശീയ പണിമുടക്ക്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ജനങ്ങൾ വലഞ്ഞു. കടകമ്പോളങ്ങൾ ബലമായി അടപ്പിച്ചും വാഹനങ്ങൾ തടഞ്ഞും സമരാനുകൂലികളുടെ അഴിഞ്ഞാട്ടം. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ഡോക്ടർ പ്രശാന്ത് ശങ്കരമംഗലത്തും, കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണാകരനും, കോഴിക്കോട് നിന്ന് അനഘ ഹർഷനും ചേരുന്നു. ആദ്യം ഞാൻ പ്രശാന്തിലേക്ക് പോവുകയാണ്. പ്രശാന്ത്, ദേശീയ പണിമുടക്ക് എന്നായിരുന്നു ആഹ്വാനം. പക്ഷേ കേരളത്തിലെ പണിമുടക്ക് ആയി വിജയിപ്പിക്കാൻ പോലും ഇപ്പോൾ CITUവിനോ INTUCക്കോ സാധിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരത്ത് സ്വകാര്യ വാഹനങ്ങൾ നിരത്തിൽ ഓടുന്നുണ്ട്. അത്യാവശ്യം കടകളൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പണ്ട് നമുക്കറിയാം, ഒരു ബന്ദിൻ്റെ പ്രതീതിയായിരുന്നു. ഇത്തരത്തിലൊരു പണിമുടക്ക് പ്രഖ്യാപിച്ചാൽ അതിനോട് സഹകരിച്ച്, സഹകരണമല്ല അതിനെ ഭയന്ന് കടകൾ അടച്ചിടാറുണ്ട്, വാഹനങ്ങൾ നിരത്തിൽ ഇറക്കാറില്ല. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് തിരുവനന്തപുരത്ത് ഞാൻ കണ്ട കാഴ്ച, വാഹനങ്ങൾ, സ്വകാര്യ വാഹനങ്ങൾ നിരത്തിൽ ഓടുന്നുണ്ട്, വളരെ സജീവമായിട്ട് ഓടുന്നുണ്ട്. അങ്ങനെ ഒരു ഹർത്താലിൻ്റെയോ ബന്ദിൻ്റെയോ പ്രതീതിയില്ല. പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ ഈ സമരാനുകൂലികൾ അവരുടെ കയ്യൂക്ക് കാണിച്ചിട്ടുണ്ട് എന്നത് സത്യമാണ്. KSRTC സർവീസ് നടത്തിയോ? തിരുവനന്തപുരത്ത് എന്തൊക്കെ അനിഷ്ട സംഭവങ്ങളുണ്ടായി? വിശദാംശങ്ങൾ പ്രശാന്ത്. അനിൽ നമ്പ്യാർ, ഇത് പണിമുടക്കിനെ പൂർണ്ണമായും തള്ളിക്കളയുന്ന, ജനങ്ങൾ തള്ളിക്കളയുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്, തലസ്ഥാനത്ത് കാണാൻ കഴിയുന്നത്. നിരവധി സ്വകാര്യ വാഹനങ്ങൾ സർവീസ് നടത്തിയിരുന്നു. മാത്രമല്ല, ഈ സേവാഭാരതിയുടെ അടക്കം വാഹനങ്ങൾ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ ആശുപത്രിയിലടക്കം എത്തിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്തു, സർവീസ് നടത്തുകയും ചെയ്തു. അതോടൊപ്പം തന്നെ ടാക്സികൾ, സ്വകാര്യ വാഹനങ്ങളും അതോടൊപ്പം തന്നെ ഓട്ടോ ടാക്സി ആയാലും ശരി, കാറായാലും ശരി സർവീസ് നടത്തി. അങ്ങനെ ഏതാനും ചില കടകളും തുറന്നു പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി ഇത്തരത്തിൽ ബലമായി കടകൾ അടപ്പിക്കും, തുറന്നു പ്രവർത്തിക്കാൻ പാടില്ല എന്ന തരത്തിലുള്ള ഭീഷണികൾ ഈ സംഘടനകളുടെ ഭാഗത്തുണ്ടായിരുന്നു. എങ്കിൽ പോലും ചില കടകൾ തുറന്നു പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തലസ്ഥാനം പൂർണ്ണമായും വാഹനങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യും. പണിമുടക്കിനെ പൂർണ്ണമായും തള്ളിക്കളയുന്ന ഒരു സാഹചര്യം, കാരണം ജനങ്ങൾ തന്നെ മടുത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു സാഹചര്യമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പൂർണ്ണമായും ജനങ്ങൾ തള്ളിക്കളഞ്ഞു പണിമുടക്കിനെ. എന്നാൽ ചിലയിടങ്ങളിൽ, തലസ്ഥാനത്ത് തന്നെ ചിലയിടങ്ങളിൽ ചില ഭീഷണി മുഴക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതായത് നെയ്യാറ്റിൻകരയിലെ KSRTC ഡിപ്പോയിൽ ജോലി ചെയ്യാനെത്തിയ ജീവനക്കാരെ തടയുകയും ഇത് വാക്കേറ്റത്തിന് കാരണമായി. ഇരുവരും തമ്മിൽ, ഈ ജോലി ചെയ്യാനെത്തിയവരും CITU അനുകൂലികളായിട്ടുള്ള ആളുകളുമായിട്ടുള്ള ചില വാക്കേറ്റങ്ങളും കയ്യാങ്കളിക്ക് സമാനമായ രീതിയിൽ എത്തുന്നൊരു സാഹചര്യം നെയ്യാറ്റിൻകരയിലുണ്ടായി. പോത്തൻകോടും ഇത്തരത്തിൽ പോസ്റ്റ് ഓഫീസ് ബലമായി അടപ്പിക്കാൻ ശ്രമിച്ചു. അതോടൊപ്പം തന്നെ ചില സ്വകാര്യ സ്ഥാപനങ്ങൾ, ആ സ്ഥാപനങ്ങളിലെയും ബലമായി അടപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. പ്രധാനമായും ഈ നഗരപ്രദേശങ്ങൾ വിട്ടിട്ട് ഗ്രാമീണ മേഖലയിലേക്ക് ചെല്ലുമ്പോഴാണ് ഇത്തരം അതിക്രമങ്ങൾ എത്തിയിരുന്നത്. നഗരമേഖലയിൽ പൂർണ്ണമായും വാഹനങ്ങൾ ഓടുന്നുണ്ടായിരുന്നു. എന്നാൽ KSRTC സർവീസുകൾ നിർത്തിവെക്കാനാണ് ശ്രമിച്ചത്. ജീവനക്കാരടക്കം, KSRTCയുടെ CITU ജീവനക്കാരടക്കം സർവീസുകൾ നിർത്തിവെക്കാൻ ആണ് തീരുമാനിച്ചത്. അങ്ങനെ KSRTC സർവീസ് നടത്തിയില്ല എന്ന് വേണം നമുക്ക് പറയേണ്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ വാഹനങ്ങൾ ഇത്തരത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് സർവീസ് നടത്തിയിരുന്നു. മെഡിക്കൽ കോളേജിലും അവശ്യ സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും പഴയതുപോലെയൊന്നുമല്ല ഇപ്പോൾ നമുക്ക് ഈ നിരത്തുകളിലൊക്കെ കാണാൻ കഴിയുന്നത്. പണ്ട് കാലത്ത് ഇത്തരത്തിൽ CPMൻ്റെ സമരങ്ങൾ പ്രഖ്യാപിച്ചാൽ, അല്ലെങ്കിൽ പണിമുടക്കോ ഹർത്താലോ ഒക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ വീട്ടിലിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നെങ്കിൽ അതിൽ നിന്നെല്ലാം മാറി ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു, ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നിരത്തിൽ വാഹനങ്ങൾ സജീവമാണ്. കടകമ്പോളങ്ങളടക്കം തുറന്ന് പ്രവർത്തിക്കുന്ന നിലയിലേക്ക് എത്തി. എന്തായാലും ഹർത്താൽ പൂർണ്ണ പരാജയം ആണെന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ആ ഒരു നിലയിലേക്കാണ് ഇവിടെ നിന്നും, അതായത് പണിമുടക്ക്, ഹർത്താൽ എന്ന് പറയുമ്പോൾ പോലും ഒരു ഹർത്താൽ പ്രതീതി സൃഷ്ടിക്കാൻ ശ്രമിച്ചെങ്കിൽ അത് ആ പണിമുടക്ക് പൂർണ്ണമായിട്ടും പരാജയമായി മാറുന്നൊരു കാഴ്ച തലസ്ഥാനത്ത് നിന്നും നമുക്ക് കാണാൻ കഴിഞ്ഞു. തിരുവനന്തപുരത്തായാലും ശരി, കൊല്ലത്തേക്ക് വരികയാണെങ്കിൽ ശരി, കൊല്ലത്തായാലും ശരി, പത്തനംതിട്ടയിലായാലും ശരി, ഇത്തരത്തിൽ KSRTC വാഹനങ്ങൾ ഓടിക്കാനായിട്ട് ജീവനക്കാർ എത്തി. കൊല്ലത്ത് 50 ഡ്രൈവർമാരും 27 മറ്റ് കണ്ടക്ടർമാരും അടക്കം എത്തിയെങ്കിൽ പോലും വാഹനം അവിടെ നിന്ന് സർവീസ് നടത്താൻ അനുവദിച്ചില്ല. കരുനാഗപ്പള്ളിയിൽ പ്രതിഷേധ സൂചകമായിട്ട് BMS പ്രവർത്തകർ KSRTC ബസ് കഴുകി പ്രതിഷേധിച്ചു. പത്തനംതിട്ടയിലേക്ക് വരികയാണെങ്കിൽ പത്തനംതിട്ടയിലും KSRTC ബസ്സുകൾ ഇത്തരത്തിൽ
സർവീസ് നടത്തിയില്ല. മറ്റ് സ്വകാര്യ വാഹനങ്ങൾ സർവീസ് നടത്തിയിരുന്നു. എന്തായാലും മറ്റു ജില്ലകളിലേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരം, പത്തനംതിട്ട, കൊല്ലം ജില്ലകളിലൊക്കെ മറ്റ് സ്വകാര്യ വാഹനങ്ങൾ സർവീസ് നടത്തുന്നുണ്ടായിരുന്നു. പൂർണ്ണമായിട്ടും ഇത്തരത്തിൽ സമരത്തോടൊരു വിയോജിപ്പ് നടത്തുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ വിയോജിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അനിൽ നമ്പ്യാർ. യെസ്, പ്രശാന്ത് പറഞ്ഞതുപോലെ ആ മാറ്റം ദൃശ്യമാണ്. അതായത് തിണ്ണമിടുക്ക് കാണിച്ചിട്ടും കയ്യൂക്ക കാണിച്ചിട്ടും ജനങ്ങൾ നിരത്തിൽ ഇറങ്ങി എന്നുള്ളതാണ്. സ്വകാര്യ വാഹനങ്ങളുമായി നിരത്തിലിറങ്ങി. മാത്രമല്ല ജീവനക്കാർ അവരുടെ ഓഫീസുകളിൽ എത്തി എന്നുള്ളത് വലിയൊരു മാറ്റത്തിൻ്റെ സൂചകമായിട്ട് തന്നെയാണ് നമുക്ക് കാണേണ്ടത്. ഇനി ഞാൻ കൊച്ചിയിലേക്ക് പോവുകയാണ്. ജിജീഷ, കേരളത്തിൻ്റെ വാണിജ്യ തലസ്ഥാനം എങ്ങനെയാണ് കേരള പണിമുടക്കിനോട് പ്രതികരിച്ചത്? ഇതിനെ ദേശീയ പണിമുടക്ക് എന്ന് വിളിക്കാൻ പറ്റില്ല. കേരള പണിമുടക്കിനോട് എങ്ങനെയാണ് കൊച്ചി പ്രതികരിച്ചത്? അൽനമ്പർ പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായും ഒരു കേരള പണിമുടക്ക് മാത്രമായി മാറി, അല്ലെങ്കിൽ വർഷാവർഷം നടക്കുന്ന ആ ചടങ്ങ് ഇത്തവണയും കെങ്കേമമായി തന്നെ ആഘോഷിക്കാനുള്ള പരിപാടികളെല്ലാം തന്നെ നടത്തിയിരുന്നു. എന്നാൽ അതിനോട് മുഖം തിരിഞ്ഞു നിൽക്കുക തന്നെയായിരുന്നു സാധാരണ പൊതുജനം ചെയ്തത് എന്നത് തന്നെയാണ് മധ്യകേരളത്തിൽ കൊച്ചിയിൽ അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നത്. സാധാരണ നിലയിൽ വാഹന സർവീസുകളെല്ലാം തന്നെ നടത്താൻ അവർ തയ്യാറായി മുന്നോട്ട് വന്നു. എന്നാൽ പലയിടത്തും വാഹനങ്ങൾ CITU പ്രവർത്തകരും ഒപ്പം തന്നെ INTUC പ്രവർത്തകരും സംയുക്ത ട്രേഡ് യൂണിയൻ്റെ പേരിൽ പലയിടത്തും തടഞ്ഞു. KSRTC ബസ് സർവീസുകളടക്കം തടസ്സപ്പെടുത്താനുള്ള ഒരു ശ്രമമുണ്ടായി. അങ്ങനെ പ്രധാനമായും അങ്കമാലിയിലും കോട്ടയത്തുമെല്ലാം സമരാനുകൂലികൾ KSRTC ബസ് സർവീസ് തടഞ്ഞിരുന്നു. ആ ഭാഗങ്ങളിൽ പുറത്തേക്കിറങ്ങിയ പ്രകടനത്തിൻ്റെ പേരിലാണ് ആളുകൾ തമ്പടിച്ചിരുന്നത്. പിന്നീട് വാഹനങ്ങൾ തടയുന്ന നിലയിലേക്ക് എത്തുകയും ചെയ്യുകയായിരുന്നു. എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ആദ്യ മണിക്കൂറുകളിൽ സാധാരണ നിലയിലാണ് സ്വകാര്യ വാഹനങ്ങളടക്കം വലിയ തോതിൽ തന്നെ പുറത്തേക്ക് ഇറങ്ങി വാഹനങ്ങളെല്ലാം കടകമ്പോളങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. എന്നാൽ പലയിടത്തും പിന്നീട് അത് ഒരു അക്രമാസക്തമായ നിലയിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് കടകമ്പോളങ്ങൾ പിന്നീട് അടച്ചതും വാഹനങ്ങൾ റോഡിൽ നിരത്തിലിറങ്ങുന്നത് കുറയുകയും എല്ലാം തന്നെ ചെയ്തത്. KSRTC ബസ്സുകൾ സർവീസ് നടത്തിയില്ല. കാരണം അതിന് സർക്കാരിൻ്റെ അടക്കം പിന്തുണയുണ്ടായിരുന്നു എന്നതുകൊണ്ട് തന്നെ KSRTC ബസ്സുകൾ നടത്തിയില്ല. കർണാടകത്തിൽ നിന്നുള്ള ബസ്സുകൾ കേരളത്തിൽ ഓടിയ കാരണം കർണാടകയിൽ യാതൊരു തരത്തിലും തൊട്ടടുത്ത അയൽ സംസ്ഥാനങ്ങളിൽ പോലും ഈ ഒരു സമരം ബാധിച്ചില്ല. പ്രത്യേകിച്ച് അവിടെയുള്ള നിരവധി സുഹൃത്തുക്കളടക്കം അയച്ച മെസ്സേജുകൾ എന്ന് പറയുന്നത് അങ്ങനെയൊരു പണിമുടക്കുണ്ടോ, ദേശീയ പണിമുടക്ക് എന്ന് പറയുന്ന ഒരു പണിമുടക്കുണ്ടോ, ഇവിടെയെല്ലാം സാധാരണ പണിയാണല്ലോ എന്ന് പറഞ്ഞുള്ള നിരവധി മെസ്സേജുകളെല്ലാം തന്നെ നമുക്ക് കാണാനിടയാകുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അങ്ങനെ കേരളത്തിൽ മാത്രമുള്ള ആ പണിമുടക്ക് പലയിടത്തും സംഘർഷത്തിലേക്ക് നയിക്കുകയും വാഹനങ്ങൾ തടയുന്ന ഒരു നിലയിലേക്കും എല്ലാം തന്നെ എത്തി. കൊച്ചി മെട്രോ സർവീസാണ് ഇവിടെയുള്ള യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തോതിൽ ആശ്വാസമായത്. കാരണം മറ്റു യാത്രാമാർഗ്ഗങ്ങളൊന്നും തന്നെ അവർക്ക് കാര്യമായി ഉണ്ടായിരുന്നില്ല. വിമാനത്താവളങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടി ഫീഡർ ബസ്സുകൾ ഉണ്ടായി. അതും ചെറിയ തോതിൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരം തന്നെയായിരുന്നു. വാട്ടർ മെട്രോ സർവീസ് സാധാരണ നിലയിൽ തന്നെ പ്രവർത്തിച്ചു. അങ്കമാലിയിൽ ട്രേഡ് യൂണിയൻ പ്രവർത്തകർ പ്രകടനം നടത്തുകയും അതുവഴി വന്ന KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ് തടഞ്ഞു നിർത്തുകയും ചെയ്തു. ബസ് തിരികെ സ്റ്റാൻഡിലേക്ക് നിർബന്ധപൂർവ്വം എടുപ്പിച്ചു. സർവീസ് നടത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോട്ടയത്ത് മെഡിക്കൽ കോളേജിലേക്ക് KSRTC പ്രത്യേക സർവീസ് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അത് കാര്യക്ഷമമായില്ല. രോഗികളെ സുരക്ഷിതരായി ഇറക്കുമെന്നെല്ലാമുള്ള വലിയ വാഗ്ദാനത്തോടു കൂടിയായിരുന്നു ഈ സമരത്തിനടക്കം അത്തരമുള്ള ഒരു പ്രഖ്യാപനങ്ങൾ ഉണ്ടായത് എങ്കിൽ അതും കാര്യക്ഷമമായി തന്നെ നടപ്പിലായില്ല. രോഗികൾ പൂർണ്ണമായും തന്നെ വലഞ്ഞു. ആശുപത്രിയിലേക്ക്, ഇവിടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കാണെങ്കിലും എറണാകുളം ജനറൽ ആശുപത്രിയിലേക്കാണെങ്കിലും എല്ലാം തന്നെ എത്തിയ രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർ പൂർണ്ണമായും വിളഞ്ഞു. തൃശ്ശൂർ നഗരത്തിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ ഭൂരിഭാഗവും തുറന്നിരുന്നു. സ്വകാര്യ വാഹനങ്ങളും നിരത്തിലിറങ്ങിയിരുന്നു എന്ന് തന്നെയാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ട്. ഇടുക്കിയിലെ തോട്ടം മേഖലയിലും ഗ്രാമപ്രദേശങ്ങളും നിശ്ചലമായി. കാരണം അവിടെ യൂണിയൻ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാണ് എന്നതുകൊണ്ട് തന്നെ അവിടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിശ്ചലമാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. തൊടുപുഴ, കട്ടപ്പന ഉൾപ്പെടെയുള്ള നഗരപ്രദേശങ്ങളിലും മലയോര മേഖലയിലും പണിമുടക്ക് അനുകൂലികൾ പ്രകടനം നടത്തുകയും ആ സമയം അതുവഴി കടന്നു വന്ന വാഹനങ്ങൾ തടയുകയും എല്ലാം തന്നെ ചെയ്തു. ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് എത്തിയ വനിതാ ജീവനക്കാരെ തടഞ്ഞ് തിരിച്ചയക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. വനിതാ ശിശുവികസന ഓഫീസും മിനി സ്റ്റേഷനിലും എല്ലാം തന്നെ ഏതാനും സമയം തുറന്നു പ്രവർത്തിച്ചു. പിന്നീട് അവിടെ സമരാനുകൂലികൾ എത്തി അടപ്പിക്കുകയായിരുന്നു ചെയ്തത്. സർവീസ് നടത്തുന്നതിന് എല്ലാ മേഖലയിലും സർവീസ് നടത്താൻ ആളുകൾ തയ്യാറായി വന്നിരുന്നുവെങ്കിലും അവിടെയെല്ലാം പണിമുടക്ക് അനുകൂലികൾ എത്തുകയും ചെയ്തു. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. വർഷാവർഷം BMS ഒഴിച്ചുള്ള ട്രേഡ് യൂണിയനുകൾ നടത്തുന്ന സമരാഭാസം ഒരാചാരം. പക്ഷേ അതിനോട് ജനങ്ങൾ കാര്യമായി പ്രതികരിച്ചിരിക്കുന്നു, ജനങ്ങൾ നിസ്സഹകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക്
ഇനി കോഴിക്കോട്ടേക്ക് പോവുകയാണ്. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, മലബാർ എങ്ങനെയാണ് ഈ പണിമുടക്കിനോട്, കേരള പണിമുടക്കിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത്? അനിൽ നമ്പ്യാർ, മലബാറിലെ വിവിധയിടങ്ങളിൽ വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. പലയിടങ്ങളിലും CITU പ്രവർത്തകരെത്തി മനഃപൂർവ്വം കടകളടക്കമുള്ളവ അടപ്പിക്കുന്ന ഒരു സാഹചര്യവും മലബാർ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ പുതിയങ്ങാടിയിലെ ഒരു സ്കൂളിലെത്തിയ അധ്യാപകരെയും അവിടെ എത്തിയ വിദ്യാർത്ഥികളെയും ഈ CITU പ്രവർത്തകർ സ്കൂളിലെത്തി സ്കൂളിൽ നിന്ന് അധ്യാപകരെയും വിദ്യാർത്ഥികളെയും പുറത്താക്കി ആ ഗേറ്റിൽ CITUവിന്റെ കൊടി സ്ഥാപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. അതിനുശേഷം ആ പ്രദേശത്തെ നാട്ടുകാരും അധ്യാപകരും ഒക്കെ തന്നെ CITU പ്രവർത്തകരുമായി തർക്കിക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ കടന്നു. അതായത് നിങ്ങൾക്ക് തൊഴിലെടുക്കാതിരിക്കാൻ ഉള്ള ഇതുപോലെ തൊഴിൽ ചെയ്യാനുള്ള അവകാശം തങ്ങൾക്കുമുണ്ട് എന്നായിരുന്നു അവിടെയുള്ള അധ്യാപകർ വാദിച്ചത്. അതിനുശേഷം പിന്നീട് പോലീസ് എത്തിയതിനു ശേഷമാണ് പ്രദേശത്ത് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായത്. ഇത് കോഴിക്കോട് സംബന്ധിച്ച് അല്ലെങ്കിൽ മലബാറിനെ സംബന്ധിച്ച് ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കണ്ണൂരിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കണ്ണൂരിൽ പലയിടത്തും വാഹന ഗതാഗതം ഉണ്ടായിട്ടുണ്ട്. സ്വകാര്യ വാഹനങ്ങൾ നിരത്തിലിറങ്ങിയിട്ടുണ്ട്. ജനങ്ങൾ നിരത്തിലിറങ്ങുന്ന കാഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ണൂരിലെ ഒരു സാഹചര്യം. പക്ഷേ കോഴിക്കോട്ടെ സാഹചര്യം സ്വകാര്യ വാഹനങ്ങൾ തകൃതിയായി തന്നെ നിരത്തിലിറങ്ങിയിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾ വലിയ രീതിയിൽ നിരത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, കടകമ്പോളങ്ങൾ അടഞ്ഞു കിടക്കുന്നുണ്ട്. ഇത്തരത്തിൽ കട അടഞ്ഞു കിടക്കുന്നത് സമരത്തോട് ഏതെങ്കിലും തരത്തിൽ അനുകൂലം പ്രകടിപ്പിച്ചുകൊണ്ടല്ല. നേരത്തെയൊക്കെ തന്നെ ഇന്നലെയൊക്കെ തന്നെ CITU നേതാക്കൾ നേരിട്ടെത്തി അല്ലെങ്കിൽ അവരുടെ ഒരു ഭീഷണിയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ചില കടയുടമകൾ പറയുന്നത്. ഇന്ന് കട ഒരു കാരണവശാലും തുറക്കരുത് എന്നുള്ള മുന്നറിയിപ്പ് മറ്റുമൊക്കെ നൽകിയിരുന്നു. അതിന്റെ ഭാഗമായി പലയിടത്തും കോഴിക്കോട് ജില്ലയിൽ കടകൾ തുറന്നിട്ടില്ല. കോഴിക്കോട് വ്യാപാര തലസ്ഥാനമാണ് വലിയങ്ങാടിയിലൊന്നും തന്നെ ഒരു കട പോലും തുറക്കാത്തൊരു സാഹചര്യമുണ്ട്. അത് ഇത്തരത്തിലൊരു ഭീഷണി ഭയന്നാണ് എന്നുള്ളതാണ് മറ്റ് കടയുടമകളും കടയിലെ ജീവനക്കാരും ഒക്കെ തന്നെ പറയുന്നത്. ഈ ഹർത്താലുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം വലഞ്ഞിരിക്കുന്നത് ഇവിടെയുള്ള സാധാരണക്കാരാണ്. പലയിടങ്ങളിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലൊക്കെ പോകാനെത്തിയ രോഗികളുമായി എത്തിയ ആളുകളുണ്ട്. അവർക്കൊന്നും തന്നെ തിരിച്ചു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം KSRTC ബസ്, കോഴിക്കോടിനെ സംബന്ധിച്ച് ഒറ്റ KSRTC ബസ് പോലും സർവീസ് നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സ്വകാര്യ വാഹനങ്ങൾ വിളിച്ചുകൊണ്ട്, ടാക്സി അടക്കം വിളിച്ചുകൊണ്ട് പോകേണ്ട ഒരു സാഹചര്യം പല സാധാരണക്കാർക്കും ഉണ്ടായിട്ടുണ്ട്. ജനജീവിതത്തെ, സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെയാണ് ഈ പണിമുടക്ക് കാര്യമായി തന്നെ ബാധിച്ചിരിക്കുന്നത്. കോഴിക്കോട്ടെ മാത്രമല്ല കണ്ണൂരും വയനാടും അതുപോലെ തന്നെ പാലക്കാടും ഒക്കെ ഇതേ രീതിയിൽ തന്നെയാണ്. KSRTC സർവീസ് നടത്താത്തത് സാധാരണക്കാരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ സമയമാകുമ്പോഴും പലയിടത്തും മലബാർ മേഖലയിലെ പലയിടത്തും അക്രമ സംഭവം ഉണ്ടായിട്ടുണ്ട്. റോഡിൽ വാഹനങ്ങൾ തടയുന്ന രീതിയിലേക്ക് CITU പ്രവർത്തകർ പ്രകോപനപരമായി മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ് അനിൽ നമ്പ്യാർ. യെസ്, അനഘ പറഞ്ഞതുപോലെ പണിമുടക്ക് കൊണ്ട് വിഷമിക്കുന്നത്, ബുദ്ധിമുട്ടുന്നത് സാധാരണക്കാരാണ്. ജനങ്ങളെ വെല്ലുവിളിച്ച് ഇടത് വലത് തൊഴിലാളി സംഘടനകളുടെ ദേശീയ പണിമുടക്ക്, അതിനെ ദേശീയ പണിമുടക്ക് എന്ന് വിളിക്കാൻ പറ്റില്ല, കേരള പണിമുടക്കാണ്. പക്ഷേ ആ കേരള പണിമുടക്ക് പ്രതീക്ഷിച്ചതുപോലെ CITUയും INTUCയും ഒക്കെ പ്രതീക്ഷിച്ചതുപോലെ അത് വിജയിപ്പിക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ്. ജനങ്ങൾ നിരത്തിൽ ഇറങ്ങി എന്നുള്ളതാണ്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ജനങ്ങൾ വലഞ്ഞിട്ടുണ്ട്. കാരണം ഭീഷണി ഉണ്ടായിട്ടുണ്ട്. ഭീഷണിപ്പെടുത്തി സർക്കാർ ജീവനക്കാരെ അവർ ജോലിയിൽ പ്രവേശിക്കുന്നതിൽ നിന്നും വിലക്കിയിട്ടുണ്ട്. അതുപോലെ കടകമ്പോളങ്ങൾ ബലമായി അടപ്പിച്ചിട്ടുണ്ട്, വാഹനങ്ങൾ തടഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും സമരാനുകൂലികളുടെ അഴിഞ്ഞാട്ടം ഉണ്ടായിട്ടും കേരളം കാര്യമായി ഈ പണിമുടക്കിനെ എടുത്തില്ല എന്നാണ് ഈ 3 മേഖലകളിൽ നിന്നുള്ള റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്.